അല്ല, അമ്പലപ്പുഴ പാൽപ്പായസമാണ് ഏറ്റവും നല്ല പായസമായിട്ട് അറിയപ്പെടുന്നത്, ഏറ്റവും രുചിയുള്ളത്. പക്ഷെ അത് കോളാമ്പിയിൽ വിളമ്പിയാൽ എങ്ങനെയുണ്ടാകും എന്നുള്ളത് പോലെ തന്നെയാണ് ഏത് ഗാനമെടുത്ത് RSSന്റെ ഗീതമാക്കി മാറ്റിയാൽ ആ ഗീതത്തിന് പിന്നെ അമ്പലപ്പുഴ പാൽപ്പായസം കോളാമ്പിയിൽ വിളമ്പുന്ന അതേ അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് RSSന്റെ പുസ്തകത്തിൽ അച്ചടിച്ചു വന്ന സാധനം ആരെങ്കിലും പാടിയിട്ടുണ്ട് എങ്കിൽ ആ പാടിയത് RSSന്റെ പുസ്തകത്തിൽ അച്ചടിച്ചു എന്നുള്ളത് മാത്രമാണോ ഒളിച്ചു കിടത്തി? അതായത് ആ പാട്ടിന്റെ വരികളിൽ ഒരു പ്രശ്നവുമില്ല എന്ന നുസൂറിന്റെ അഭിപ്രായത്തിൽ RSSന്റെ പുസ്തകത്തിൽ അച്ചടിച്ച് RSSന്റെ ശാഖയിൽ പാടുന്ന RSSന്റെ ഗണഗീതം, RSSന്റെ ശാഖയിൽ പാടുന്ന RSSന്റെ ഗണഗീതം, അത് RSSന്റെ ഐക്കണാണ്. ആ RSSന്റെ ഐക്കണായ ഒരു സംഗീതത്തെ, ഒരു പാട്ടിനെ, ഒരു കവിതയെ, അത് എന്ത് പറഞ്ഞാലും ശരി അത് ആലപിക്കുന്നത് RSS രാഷ്ട്രീയത്തെ ഒളിച്ചു കടത്തുന്നതിന് തുല്യമാണ്. എങ്ങനെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ വളരെ പ്ലാൻഡ് ആയിക്കൊണ്ട് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന സമയത്ത് ഇത് പാടിയെന്നും റെയിൽവേ എങ്ങനെ അത് പ്രക്ഷേപണം ചെയ്തു എന്നുള്ളതിനൊക്കെ പറയാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി എവിടെ വരെ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് വളരെ ക്ലിയർ കട്ടാണ്. സരസ്വതി വിദ്യാലയത്തിലെ അധ്യാപകരും കുട്ടികളും അത് ഒരുമിച്ചിരുന്ന് ഒരേ ഈണത്തിൽ പാടിയിട്ടുണ്ട് എങ്കിൽ ഈ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി, ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഗൂഢാലോചന RSSന്റെ അടുക്കളയിൽ ഭാരതീയ വിദ്യാനികേതന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്നാണ് ഇപ്പോൾ അനിൽ പറയുന്നത്. അതിന്റെ എളമക്കരയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. സ്വാഭാവികമായും ഭാരതീയ വിദ്യാനികേതൻ സ്വാഭാവികമായും ഈ പറയുന്ന RSSന്റെ ഒരു ചിട്ടവട്ടക്കനുസരിച്ചായിരിക്കും ആ സ്കൂൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ RSSന്റെ കീഴിലുള്ള ഒരു സ്കൂളിൽ പിന്നെ ഈ പറയുന്ന ഗണഗീതമല്ലാതെ ദേശീയഗാനം പാടുമോ? ദേശീയഗാനം പാടുന്നുണ്ടല്ലോ, ആര് പറഞ്ഞു? ശരി നിജേഷ്, ദേശീയഗാനം പാടും. ദേശീയഗാനം പാടണമല്ലോ. RSSന്റെ സ്കൂളിൽ RSS പഠിപ്പിക്കുന്നതിന് ഞങ്ങളെതിരില്ല. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ ഇവിടെ. ഏതൊരു രാഷ്ട്രീയ സംഘടനയ്ക്കും അവരുടെ ഗീതമോ അവരുടെ ആശയമോ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനാനുസൃതമായി നമ്മൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൊതുസ്ഥാപനങ്ങൾക്കകത്ത്, പൊതുവിഷയങ്ങൾക്കകത്ത്, പൊതുമേഖലാ സ്ഥാപനം അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും അതിനെ പ്രചരിപ്പിക്കാനും പാടില്ല. അത്രയേ പറഞ്ഞിട്ടുള്ളൂ. അതിനെ സ്വീകാര്യത നൽകാൻ വേണ്ടി നമ്മുടെ പൊതുസ്ഥാപനത്തിന്റെ, നമ്മുടെയും നികുതി പണം ഉപയോഗിച്ചുള്ള സംവിധാനം ഉപയോഗിക്കരുത്. ഞങ്ങൾക്ക് അത്രയേ ഉള്ളതിൽ. ശരി നിജേഷ, അതായത് ആ സ്കൂളിലെ കുട്ടികൾ അത് പാടിയതിൽ തെറ്റില്ല, അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത റെയിൽവേയുടെ നടപടിയാണ് നിങ്ങൾ വിമർശിക്കുന്നത്. അല്ല, സ്കൂളിലെ കുട്ടികൾ അവിടെ വന്ന് അവർ പാടുന്നതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? അവർ RSS ആണെന്ന് വിചാരിക്കുക, RSSകാരുടെ മക്കളാണെന്ന് വിചാരിക്കുക, അവരെവിടെയും വെച്ച് പാടുന്നു എന്നുള്ളതിനെ നമുക്ക് എതിർക്കാനുള്ള നിയമം ഇവിടെയില്ല. പക്ഷെ അത് ഒരു പരസ്യമാക്കാൻ വേണ്ടി, പ്രചരിപ്പിക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചത് തെറ്റാണ്. അല്ലാതെ അവരുടെ ഗണഗീതം പാടുന്ന RSS ശാഖയെ നിരോധിക്കാനുള്ള സംവിധാനം ഇവിടെ നിരോധിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. നിരോധിക്കാനുള്ള നിയമം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെയും എതിർക്കും. ഇപ്പൊ അവർക്ക് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് അവർ പാടിക്കോട്ടെ. പക്ഷെ എങ്ങനെ സ്കൂളിലെ കുട്ടികൾ ഈ RSS ഗണഗീതം പാടി എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. എങ്ങനെ വിദ്യാലയത്തിൽ ഇത് പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിക്കൊണ്ട്, RSSന്റെ സ്കൂളല്ലല്ലോ, നമ്മുടെ സിലബസ് ഉപയോഗിക്കുന്ന, നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്ന, അവിടെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് തെറ്റാണ്. RSSന്റെ ഇത് പഠിപ്പിക്കാനുള്ള സ്ഥലമല്ലല്ലോ സ്കൂൾ, പൊതുവിദ്യാഭ്യാസം. RSS അവരുടെ നിലയ്ക്ക് ഏതെങ്കിലും സ്കൂൾ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് സ്കൂളിൽ പാടാനും പാടില്ല, പഠിപ്പിക്കാനും പാടില്ല. അതാണ് കോൺഗ്രസ് നിലപാട്.